ഹായ് ഫ്രണ്ട്സ്, വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +2 എക്കണോമിക്സിലെ ആദ്യത്തെ അധ്യായമായ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിനൊരു ആമുഖം എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട മുൻകാല പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷനാണ്. പാർട്ട് 2 വീഡിയോയിലൂടെ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിരുന്നു. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന ചാപ്റ്റർ നമ്മൾ പാർട്ട് 2 വീഡിയോയിൽ അവസാനിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം മുൻകാല പരീക്ഷകളിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പ്രധാനമായും കണ്ടിരുന്ന ഈ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. മുൻകാല പരീക്ഷകളിലെ ചോദ്യപേപ്പറുകൾ നമുക്ക് കൈകാര്യം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ സെൻട്രലി പ്ലാൻഡ് എക്കോണമി ആൾ ഇമ്പോർട്ടൻ്റ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഓർഗനൈസ്ഡ് ബൈ. ഒരു കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ആരാണെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓപ്ഷൻ എ ഗവൺമെൻറ്, ഓപ്ഷൻ ബി മാർക്കറ്റ്, ഓപ്ഷൻ സി ബോത്ത് ഗവൺമെൻറ് ആൻഡ് മാർക്കറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ഓപ്ഷൻ എ ഗവൺമെൻറ് ആണ്, ഓപ്ഷൻ ബി കമ്പോളമാണ്, ഓപ്ഷൻ സി ഗവൺമെൻറ്റും മാർക്കറ്റും, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല അല്ലേ. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് സെൻട്രലി പ്ലാൻഡ് എക്കോണമി, അല്ലെങ്കിൽ എന്താണ് കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ എന്ന് നമുക്കറിയണം അല്ലേ. സെൻട്രൽ പ്ലാൻഡ് എക്കോണമിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സോഷ്യലിസം. സെൻട്രലി പ്ലാൻഡ് എക്കോണമിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സോഷ്യലിസം എന്ന് വിളിക്കാം. അപ്പോൾ സോഷ്യലിസത്തിൻ്റെ മറ്റൊരു പേരാണ്, സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ മറ്റൊരു പേരാണ് സെൻട്രലി പ്ലാൻഡ് ഇക്കണോമിക് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ആരാണ് നിയന്ത്രിക്കുന്നത്, ആരാണ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷനാണുള്ളത്. ഗവൺമെൻറ്റും മാർക്കറ്റും, ബോത്ത് ഗവൺമെൻറ് ആൻഡ് മാർക്കറ്റ്, നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ഉത്തരം ഗവൺമെൻറ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. കാരണം ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ പറഞ്ഞിരുന്നു, പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം, ഗവൺമെൻറ് ആണ് ഉത്തരം. അപ്പോൾ നമ്മൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയെ സെൻട്രലി പ്ലാൻഡ് എക്കോണമി അല്ലെങ്കിൽ കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ എന്ന് വിളിക്കും. അതുപോലെ ക്യാപിറ്റലിസത്തെയും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെയും നമ്മൾ മാർക്കറ്റ് ഇക്കോണമി എന്ന് വിളിക്കുക. മാർക്കറ്റ് ഇക്കോണമി എന്നാണ് ക്യാപിറ്റലിസത്തിനെ വിളിക്കുക. മലയാളം മാർക്കറ്റ് ഇക്കോണമീൻ്റെ മലയാളം കമ്പോള സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഈ ചോദ്യത്തിലൂടെ നമ്മൾ വേറൊരു പാഠം കൂടിയും പഠിച്ചു അല്ലേ. എന്താണ്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അല്ലേ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, അല്ലെങ്കിൽ കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ. ക്യാപിറ്റലിസത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മാർക്കറ്റ് ഇക്കോണമി അല്ലെങ്കിൽ കമ്പോള സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗവൺമെൻറ് ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. കാറ്റഗറൈസ് ദ ഫോളോയിങ് ഇൻ ടു മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. താഴെ തന്നിരിക്കുന്നവയിൽ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കാറ്റഗറൈസ് ചെയ്യാൻ, തരംതിരിക്കാൻ അല്ലേ. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമായും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമായും തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് മൈക്രോ എക്കണോമിക്സിൽ വരുന്നത്, ഏതാണ് മാക്രോ എക്കണോമിക്സിൽ വരുന്നത്, നമ്മളോട് തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് ഡിമോണിറ്റൈസേഷൻ ഓഫ് കറൻസീസ് ഇൻ ഇന്ത്യ. എന്താണ് ഡിമോണിറ്റൈസേഷൻ ഓഫ് കറൻസീസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ? ഇന്ത്യയിലെ കറൻസികൾ പിൻവലിച്ചത്. ഓപ്ഷൻ ബി ഷോപ്പിംഗ് ഇൻ എ സൂപ്പർ മാർക്കറ്റ്. ഒരു സൂപ്പർ മാർക്കറ്റിലെ ഷോപ്പിംഗ്. ഓപ്ഷൻ സി ഇൻട്രഡക്ഷൻ ഓഫ് ജി എസ് ടി കൊണ്ടുവന്നത്. ഓപ്ഷൻ ഡി അഡ്വർടൈസിങ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയിലെ പരസ്യം. ഇതിൽ ഏതായിരിക്കും മൈക്രോ എക്കണോമിക്സ്, ഏതായിരിക്കും മാക്രോ എക്കണോമിക്സ് എന്ന് നമ്മൾ കണ്ടെത്തണം. അതാണ് ചോദ്യം. ആദ്യം നമുക്ക് ഓപ്ഷൻ എ നോക്കാം. ഡിമോണിറ്റൈസേഷൻ ഓഫ് കറൻസീസ് ഇൻ ഇന്ത്യ. അതെന്താ പറഞ്ഞാൽ ഇന്ത്യയിലെ കറൻസികൾ പിൻവലിച്ചത്. ഇത് മൈക്രോ എക്കണോമിക്സ് ആവുമോ മാക്രോ എക്കണോമിക്സ് ആവുമോ അല്ലേ?
ഇത് മാക്രോ എക്കണോമിക്സ് ആവും. പറയാൻ കാരണം എന്തായിരിക്കും അല്ലേ? ഇത് ഇന്ത്യയെ ഒട്ടാകെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ കറൻസി പിൻവലിച്ചത് ഒട്ടാകെ ഇന്ത്യ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു ചെറിയ യൂണിറ്റ് അല്ല, ഒരു വലിയ യൂണിറ്റാണ്. അതുകൊണ്ട് തന്നെ ഡിമോണിറ്റൈസേഷൻ ഓഫ് കറൻസീസ് ഇൻ ഇന്ത്യ എന്തിനുദാഹരണമാണ്? മാക്രോ എക്കണോമിക്സിന് ഉദാഹരണമാണ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഓപ്ഷൻ എ മാക്രോ എക്കണോമിക്സ് ആണ്. ഇനി ഓപ്ഷൻ ബി നോക്കാം. ഷോപ്പിംഗ് ഇൻ എ സൂപ്പർ മാർക്കറ്റ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു സൂപ്പർ മാർക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ചെറിയ സിംഗിൾ യൂണിറ്റാണ്, ചെറിയ യൂണിറ്റാണ്. ഇത് അപ്പോൾ എന്തായിരിക്കും? മൈക്രോ എക്കണോമിക്സ് ആയിരിക്കും, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമായിരിക്കും അല്ലേ? അടുത്തത് ഓപ്ഷൻ സി ഇൻട്രഡക്ഷൻ ഓഫ് ജി എസ് ടി കൊണ്ടുവന്നത് ഇന്ത്യ ഒട്ടാകെയല്ലേ? അപ്പോൾ ഇത് എന്തിനു ഉദാഹരണമാണ്? ഇൻട്രഡക്ഷൻ ഓഫ് ജി എസ് ടി കൊണ്ടുവന്നത് മാക്രോ എക്കണോമിക്സിന് ഉദാഹരണമാണ്. അടുത്തത് ഓപ്ഷൻ ഡി അഡ്വർടൈസിങ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയിലെ പരസ്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കമ്പനി സിംഗിൾ യൂണിറ്റ് ആണ്. അപ്പോൾ ഇതൊരു ചെറിയ യൂണിറ്റാണ്. ഇത് അഡ്വർടൈസിങ് ഓഫ് എ കമ്പനി ഏതിലെ വരിക? മൈക്രോ എക്കണോമിക്സിലായിരിക്കും വരിക. അപ്പം ഓപ്ഷൻ എ ഡിമോണിറ്റൈസേഷൻ ഓഫ് കറൻസീസ് ഇൻ ഇന്ത്യ എന്താണ്? മാക്രോ എക്കണോമിക്സിലായിരിക്കും വരിക. ഷോപ്പിംഗ് ഇൻ എ സൂപ്പർ മാർക്കറ്റ് മൈക്രോ എക്കണോമിക്സിലായിരിക്കും വരിക. ഇൻട്രഡക്ഷൻ ഓഫ് GST മാക്രോ എക്കണോമിക്സിലായിരിക്കും വരിക. അഡ്വർടൈസിങ് ഓഫ് എ കമ്പനി മൈക്രോ എക്കണോമിക്സിലായിരിക്കും വരിക. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ചോയ്സ് ഓഫ് ടെക്നോളജി ഇൻ പ്രൊഡക്ഷൻ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉൽപാദന സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതേത്? അപ്പോൾ ഈ ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുമായിരിക്കും ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണല്ലേ. ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന കേന്ദ്ര പ്രശ്നങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, സെൻട്രൽ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ആൻ എക്കോണമി. അതിലെ 3 ചോദ്യങ്ങളാണ് ഈ ഓപ്ഷനിൽ ഓപ്ഷൻ എയും ബിയും സിയും ആയിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഓപ്ഷൻ എ വാട്ട് ടു പ്രൊഡ്യൂസ്, ഓപ്ഷൻ ബി ഹൗ ടു പ്രൊഡ്യൂസ്, ഓപ്ഷൻ സി ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഓപ്ഷൻ എ ഇല്ലേ വാട്ട് ടു പ്രൊഡ്യൂസ് എന്തുൽപ്പാദിപ്പിക്കണം, ഓപ്ഷൻ ബി ഹൗ ടു പ്രൊഡ്യൂസ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഓപ്ഷൻ സി ഫോർ ഹോം ടു പ്രൊഡ്യൂസ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പോൾ ചോദ്യം ഇതാണ്, ഉൽപാദന സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതാണ് ചോദ്യം എന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഈ 4 ഓപ്ഷനിൽ ഏതാണുള്ളത്? ഉൽപാദന സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഓപ്ഷൻ എ വാട്ട് ടു പ്രൊഡ്യൂസ് എന്തുൽപ്പാദിപ്പിക്കണം എന്ന ചോദ്യത്തിന് എന്തായിരുന്നു ഉത്തരം? നമ്മൾ ആവശ്യ ഉൽപ്പന്നമോ അല്ലെങ്കിൽ ആഡംബര ഉൽപ്പന്നമോ എന്നായിരുന്നു നമ്മുടെ ഉത്തരം അല്ലേ. ഓപ്ഷൻ ബിക്കോ ഹൗ ടു പ്രൊഡ്യൂസ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന ചോദ്യത്തിന് നമ്മൾ പഠിപ്പിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു ഓപ്ഷന് അല്ലേ? തൊഴിലാളികൾ ഉപയോഗിച്ചിട്ടോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണോ ഉൽപ്പാദനം നടത്തേണ്ടത് എന്നതായിരുന്നു ഹൗ ടു പ്രൊഡ്യൂസ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഉൽപ്പാദന സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊഴിലാളികളെ ഉപയോഗിച്ചിട്ടാണോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണോ ഉൽപാദനം നടത്തേണ്ടത് എന്നതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹൗ ടു പ്രൊഡ്യൂസ് എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വിച്ച് ഈസ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി? താഴെ കൊടുത്തിരിക്കുന്നവയിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതയല്ലാത്തത് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ പ്രൈവറ്റ് ഓണർഷിപ്പ് സ്വകാര്യ ഉടമസ്ഥത, ഓപ്ഷൻ ബി പ്രോഫിറ്റ് മോട്ടീവ് ലാഭലക്ഷ്യം, ഓപ്ഷൻ സി പ്ലാനിംഗ് മെക്കാനിസം ആസൂത്രണ സംവിധാനം, ഓപ്ഷൻ ഡി പ്രൈസ് മെക്കാനിസം അല്ലെങ്കിൽ അഥവാ വില സംവിധാനം എന്ന് പറയും. അപ്പോൾ ഒരു ക്യാപിറ്റലിസത്തിൻ്റെ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതയല്ലാത്തത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സാധാരണ കുട്ടികൾക്ക് മാറിപ്പോകുന്നതാണ്, ഈ ചോദ്യത്തിൻ്റെ ടെസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോട്ട് എ ഫീച്ചർ എന്നാണ് അല്ലേ. ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത് അല്ലേ. ഓപ്ഷൻ എ പ്രൈവറ്റ് ഓണർഷിപ്പ് സ്വകാര്യ ഉടമസ്ഥത, അത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതയാണ്. ഓപ്ഷൻ ബി പ്രോഫിറ്റ് മോട്ടീവ് ലാഭലക്ഷ്യം അല്ലേ, ലാഭത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലാണ്, ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലാണ്. ഓപ്ഷൻ സി പ്ലാനിംഗ് മെക്കാനിസം ആസൂത്രണ സംവിധാനം. ഇത് പ്ലാനിങ് യഥാർത്ഥത്തിൽ ക്യാപിറ്റലിസത്തിലുണ്ടോ, ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലുണ്ടോ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടോ? നമ്മൾ പറഞ്ഞപ്പോൾ അത് പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ.
പ്ലാനിങ് മെക്കാനിസം അല്ലെങ്കിൽ പ്ലാനിങ് എവിടെ, ആസൂത്രണം എവിടെ നടക്കുന്നില്ല? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ നടക്കുന്നില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. പ്ലാനിങ് മെക്കാനിസമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. പ്രൈസ് മെക്കാനിസം ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ഒരു ഫീച്ചറാണ്, ഒരു സവിശേഷതയാണ്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതയാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതയല്ലാത്തത് ഏതാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്ലാനിങ് മെക്കാനിസമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ഫോളോയിങ് ടേബിൾ ഷോസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഓഫ് എ കൺട്രി ബിറ്റ്വീൻ ടു ഗുഡ്സ്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ഒരു രാജ്യത്തിൻ്റെ രണ്ട് സാധനങ്ങളുടെ വിവിധ ഉൽപ്പാദന സാധ്യതകൾ തന്നിരിക്കുന്നു. ഓപ്ഷൻ എ ഡ്രോ PPC. PPC വരയ്ക്കുക. എന്താണ് PPC കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലേ, ഉൽപ്പാദന സാധ്യത വക്രം വരയ്ക്കാൻ. ഓപ്ഷൻ ബി മാർക്ക് എ പോയിൻ്റ് ഓഫ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. വിഭവങ്ങളുടെ താഴ്ന്ന വിനിയോഗം കാണിക്കുന്ന ഒരു പോയിൻ്റ് അടയാളപ്പെടുത്താനാണ് ഓപ്ഷൻ ബി പ്രകാരം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴെ നമുക്കൊരു പട്ടിക തന്നിട്ടുണ്ട്. 3 കോളാണുള്ളത്: പ്രൊഡക്ഷൻ പോസിബിലിറ്റി, ഗുഡ് 1 ആൻഡ് ഗുഡ് 2. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഉൽപ്പാദന സാധ്യതകളും സാധനം 1 സാധനം 2 എന്ന് പറയുന്ന കോളമാണ് തന്നിട്ടുള്ളത് അല്ലേ. ഈ 2 ഓപ്ഷൻ ഉണ്ട് ഈ ചോദ്യത്തിന്. ഒന്ന് PPC വരയ്ക്കാനും ഈ പട്ടിക പ്രകാരം, ഈ തന്നിട്ടുള്ള പട്ടിക പ്രകാരം PPC വരയ്ക്കാനും ഉൽപ്പാദന സാധ്യത വക്രം വരയ്ക്കാനും അതുപോലെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് അടയാളപ്പെടുത്താനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെ കണ്ടെത്തുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ പ്രകാരം 2 ഉത്തരങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒന്ന് PPC വരയ്ക്കാനും അതുപോലെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് അല്ലെ, വിഭവങ്ങളുടെ താഴ്ന്ന വിനിയോഗം നമ്മളോട് PPCയിൽ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരച്ചു നോക്കാം, ഉൽപാദന സാധ്യത വക്രം വരച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഒരു ഗ്രാഫിന് 2 അക്ഷങ്ങൾ ഉണ്ടാവും, നമുക്കറിയാം, X അക്ഷവും Y അക്ഷവും അല്ലെ. അപ്പൊ ഈ പട്ടിക പ്രകാരം നമുക്ക് ഗുഡ് 1 തന്നിട്ടുണ്ട്, ഗുഡ് 2 തന്നിട്ടുണ്ട് അല്ലെ. ഗുഡ് 1 നമ്മൾ X അക്ഷത്തിൽ അടയാളപ്പെടുത്തും, ഗുഡ് 2 നമ്മൾ Y അക്ഷത്തിൽ അടയാളപ്പെടുത്തും. ഇനി ചോദ്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി തരാൻ പോകുന്ന ചോദ്യത്തിൽ ചിലപ്പോൾ ഗുഡ് 1 ഗുഡ് 2 ആയാലും ചിലപ്പോൾ അരിയും ഗോതമ്പൊക്കെ ആവും. അപ്പൊ നമ്മൾ ഗുഡ് 1ന്റെ ഭാഗത്ത് അരിയാണ് എടുക്കേണ്ടത്, ഗുഡ് 2ന്റെ ഭാഗത്ത് ഗോതമ്പാണ് എടുക്കേണ്ടത്. അപ്പൊ ഗുഡ് 1ന്റെ ഗുഡ് 2ന്റെ പകരമൊക്കെ നമുക്ക് വേറെ പലതും തന്നേക്കാം. അപ്പൊ ഗുഡ് 1 നമ്മൾ X അക്ഷത്തിൽ കാണിക്കും, ഗുഡ് 2 നമ്മൾ Y അക്ഷത്തിൽ കാണിക്കും. അങ്ങനെ ഇങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നമ്മുടെ X അക്ഷത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ X അക്ഷത്തിൽ ഞാൻ പറഞ്ഞു ഗുഡ് 1 ആണ് അടയാളപ്പെടുത്തുക. അപ്പൊ ഗുഡ് 1ന്റെ ഏറ്റവും വലിയ സംഖ്യ എത്രയാണ് നമുക്ക് നോക്കണം അല്ലെ. ഗുഡ് 1 ആണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഉൽപാദന സാധ്യത അല്ലെ, ഉൽപാദന സാധ്യത ഗണം പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് നമ്മൾ ഈ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. 10, 0, 9, 1, 7, 2, 4, 3, 0, 4. അപ്പൊ ഗുഡ് 1 എന്ന് പറയുന്നതിലെ ആദ്യത്തെ സാധനം 1 ആയിരിക്കും, രണ്ടാമത്തത് സാധനം 2 അല്ലെ. ഗുഡ് 1ഉം ഗുഡ് 2ഉം അല്ലെ. 10, 0 എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഗുഡ് 1 അല്ലെ എത്രയാണ്? 10 യൂണിറ്റും ഗുഡ് 2 0 യൂണിറ്റും അല്ലെ. അപ്പൊ 9, 1 എന്താ ഉദ്ദേശിക്കുന്നത് അല്ലെ. ഗുഡ് 1 9 യൂണിറ്റും ഗുഡ് 2 1 യൂണിറ്റും. 7, 2 കൊണ്ടോ ഗുഡ് 1 7 യൂണിറ്റും ഗുഡ് 2 2 യൂണിറ്റും. 4, 3 കൊണ്ടോ ഗുഡ് 1 4 യൂണിറ്റും ഗുഡ് 2 3 യൂണിറ്റും. 0, 4 കൊണ്ടോ ഗുഡ് 1 0 യൂണിറ്റും ഗുഡ് 2 4 യൂണിറ്റും. നമുക്ക് ഇതാണ് അടയാളപ്പെടുത്തേണ്ടത്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്, ഈ ഉൽപാദന സാധ്യതകൾ നമ്മൾ ഈ ഗ്രാഫിൽ അടയാളപ്പെടുത്തണം. അപ്പൊ ഗുഡ് 1ന്റെ ഏറ്റവും വലിയ സംഖ്യ ഏതാ നമുക്ക് നോക്കാം അല്ലെ. 0, 4, 7, 9, 10 10ആണ്. അപ്പൊ ഈ ഗുഡ് 1 X അക്ഷത്തിൽ നമ്മൾ 1 തൊട്ട് 10 വരെ രേഖപ്പെടുത്തണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെ നമ്മൾ ഇവിടെ രേഖപ്പെടുത്തി. എന്തുകൊണ്ടാണ് 10 വരെ രേഖപ്പെടുത്തി എന്ന് ചോദിച്ചാല് ഗുഡ് 1ലെ ഏറ്റവും വലിയ സംഖ്യ 10 ആണ്. അപ്പൊ നമ്മൾ 10 വരെ ഗുഡ് 1ലെ X അക്ഷത്തിൽ രേഖപ്പെടുത്തി. ഇനി ഗുഡ് 2 Y അക്ഷത്തിൽ നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ നോക്കേണ്ടത് ഗുഡ് 2ന്റെ ഏറ്റവും വലിയ സംഖ്യ നോക്കല്ലേ. 0, 1, 2, 3, 4. അപ്പൊ 4 വരെ നമ്മൾ ഇവിടെ രേഖപ്പെടുത്തണം. 1, 2, 3, 4 വരെ രേഖപ്പെടുത്തി. അങ്ങനെ രേഖപ്പെടുത്തിയ ശേഷം നമ്മൾ ഈ ഓരോ ഉൽപാദന സാധ്യതകളെയും പ്രൊഡക്ഷൻ പോസിബിലിറ്റികളെയും നമ്മൾ ഇതിൽ അടയാളപ്പെടുത്തലാണ്, ഈ ഗ്രാഫിൽ അടയാളപ്പെടുത്താനാണ് ഇനി ചെയ്യേണ്ടത് അല്ലെ. ആദ്യത്തെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി എത്രയാണ് അല്ലെ? 10, 0 ആണ് അല്ലെ. 10, 0 കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഗുഡ് 1 10 യൂണിറ്റും ഗുഡ് 2 0 യൂണിറ്റ് അല്ലെ. ഗുഡ് 1 എവിടെ വരുന്നത്? X അക്ഷത്തിലാണ് അല്ലെ. X അക്ഷത്തിലെ 10 യൂണിറ്റ് ഇവിടെ വരുന്നത് അല്ലെ. ഗുഡ് 2 0 യൂണിറ്റ് ആയതുകൊണ്ട് ഇവിടെ വരിക.
10 അല്ലേ? അപ്പൊ ആദ്യത്തേത് നമ്മൾ അടയാളപ്പെടുത്തി അല്ലെ? ആദ്യത്തെ ഉൽപാദന സാധ്യത നമ്മൾ അടയാളപ്പെടുത്തി. രണ്ടാമത്തെ ഉൽപാദന സാധ്യത എത്ര? 9.1 അല്ലെ? ഞാൻ പറഞ്ഞു എന്താണ് 9.1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗുഡ് 1 9 യൂണിറ്റും ഗുഡ് 2 1 യൂണിറ്റും അല്ലെ? ഗുഡ് 1ന്റെ 9 യൂണിറ്റ് എത്രയാണ്? ഇവിടെയാണ് അല്ലെ? ഗുഡ് 2ന്റെ 1 യൂണിറ്റ് അല്ലെ? അപ്പൊ നമ്മൾ ഇതിന്റെ കൃത്യ അളവ് കണ്ടുപിടിക്കുന്ന ഏകദേശം അളവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ലൈന് വരച്ചു കൊടുക്കുക. ഇത് വരച്ചതിന് ശേഷം നമ്മൾ മായ്ച്ചു കൊടുക്കണം. അപ്പൊ ഇവിടെയാണ് എന്ത് വരിക? 9.1 എന്ന് പറയുന്ന 9.1 എന്ന് പറയുന്ന ഉൽപാദന സാധ്യത വരും അല്ലെ? 9.1 അല്ലെ? അപ്പൊ ഇത് 9.1 എന്ന് പറയുന്ന സാധ്യത അടയാളപ്പെടുത്തിയതിനു ശേഷം 7.2. എന്താ 7.2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗുഡ് 1 7 യൂണിറ്റും ഗുഡ് 2 2 യൂണിറ്റ് അല്ലെ? ഗുഡ് 1 7 യൂണിറ്റ് ഇവിടെയാണ് വരിക. ഗുഡ് 2 അല്ലെ 2 യൂണിറ്റ് അല്ലെ? 7.2 അല്ലെ? ഇവിടെ ആയിട്ട് വരിക 7.2. അടുത്തത് എത്ര വരുന്നത്? 4.3. 4.3 കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഗുഡ് 1 4 യൂണിറ്റ് ഗുഡ് 2 3 യൂണിറ്റ് അല്ലെ? ഗുഡ് 1 4 യൂണിറ്റ് ഗുഡ് 2 3 യൂണിറ്റ് അല്ലെ? ഇവിടെ അടയാളപ്പെടുത്തണം എന്ത്? 4.3. അടുത്തതോ 0.4. 0.4 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുഡ് 1 0 യൂണിറ്റ് ഗുഡ് 2 4 യൂണിറ്റ് അല്ലെ? അപ്പോ 0.4 അല്ലെ? ഇവിടെ വരിക 0.4. ഇനി ഇത് നമ്മൾ യോജിപ്പിക്കുക. ഈ ഉൽപാദന സാധ്യതകൾ നമ്മൾ യോജിപ്പിക്കുമ്പോൾ അല്ലെ? ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ ലൈനെ നമ്മൾ എന്ത് വിളിക്കും? PPC അല്ലെങ്കിൽ ഉൽപാദന സാധ്യത വക്രം എന്ന് വിളിക്കും അല്ലെ? ഇപ്പോ നമുക്ക് ഈ ഉൽപാദന സാധ്യത ഗണങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് കിട്ടുന്ന വക്രത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഉൽപാദന സാധ്യത വക്രം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് വിളിക്കും. അപ്പൊ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ വക്രമാണ് ഈ ലൈന് ഈ വക്രത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഉൽപാദന സാധ്യത വക്രം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് വിളിക്കും. ഇനി ഇതാണ് ഓപ്ഷൻ എയുടെ ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഓപ്ഷൻ ബി ഉണ്ട് അല്ലെ? ഓപ്ഷൻ ബി പ്രകാരം അണ്ടർ യൂട്ടിലൈസേഷൻ കാണിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. താഴ്ന്ന വിഭവ വിനിയോഗം അടയാളപ്പെടുത്താനാണ് പറഞ്ഞത് അല്ലെ? ഉദാഹരണത്തിന് 2.2 എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിച്ചോളൂ, ഇതൊരു ഉൽപാദന സാധ്യതയാണ്. 2.2 എവിടെ വരിക അല്ലെ? ഈ 2.2 കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഗുഡ് 1 അല്ലെ? ഗുഡ് 1 2 യൂണിറ്റും ഗുഡ് 2 2 യൂണിറ്റ് അല്ലെ? ഇതപ്പോ ഗ്രാഫിന്റെ ഏത് ഭാഗത്ത് വരിക അല്ലെ? ഏകദേശം ഇവിടെ ആയിട്ട് വരും അല്ലെ? 2.2 അല്ലെ? 2.2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും അല്ലെ? അപ്പൊ ഈ 2.2 എന്ന് പറയുന്ന പോയിന്റിനേക്കാൾ കൂടുതലുണ്ട് 4.3 0.4 അല്ലെ? 7.2 9.1 അല്ലെ? 10.0 ഒക്കെ. അപ്പൊ ഈ 2.2 എന്ന് പറയുന്നത് ഒരു ഉൽപാദന സാധ്യതയാണ്. ഇത് അണ്ടർ യൂട്ടിലൈസേഷന് ഉദാഹരണമാണ്. വിഭവങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ല. വിഭവങ്ങൾ പൂർണ്ണമായും കാര്യക്ഷമമായി ഉപയോഗിക്കുന്നത് ഉൽപാദന സാധ്യതാ വക്രത്തിലെ ബണ്ടിലുകളിൽ അല്ലെങ്കിൽ സംയോഗങ്ങളിൽ മാത്രമാണ് അല്ലെ? ഉൽപാദന സാധ്യതാ വക്രത്തിലെ സംയോഗങ്ങളിൽ മാത്രമാണ് വിഭവങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഉൽപാദന സാധ്യതാ വക്രത്തിന് താഴെയുള്ള PPCക്ക് താഴെയുള്ള കർവിന് താഴെയുള്ള ഏത് സാധ്യതകളായിക്കോട്ടെ, 2.2 ആയിക്കോട്ടെ, 2.1 ആയിക്കോട്ടെ, 1.3 ആയിക്കോട്ടെ, ഇത് എന്തിന് ഉദാഹരണമാണ്? അണ്ടർ യൂട്ടിലൈസേഷന് ഉദാഹരണമാണ്. അപ്പൊ നിങ്ങൾക്ക് 1.1 എഴുതാം, 0.1 എഴുതാം, ഒക്കെ എഴുതാം. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഈ ഉൽപാദന സാധ്യതാ വക്രത്തിന് താഴെയുള്ള ഏതൊരു സാധ്യതയും നിങ്ങൾക്ക് ബി എന്ന ഓപ്ഷന്റെ ഉത്തരം എഴുതി മാർക്ക് ചെയ്യാൻ സാധിക്കും എന്നതാണ്, പറയാൻ പറ്റും എന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഉൽപാദന സാധ്യത വക്രം വരയ്ക്കുക, അണ്ടർ യൂട്ടിലൈസേഷന് കാണിക്കുക. അപ്പൊ ഞാൻ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം എങ്ങനെ വരയ്ക്കാൻ നോക്കുക. ആദ്യം നമ്മൾ ഗ്രാഫ് വരയ്ക്കണം. എക്സ് അക്ഷം അടയാളപ്പെടുത്തണം, വൈ അക്ഷം അടയാളപ്പെടുത്തണം. എക്സ് അക്ഷത്തിൽ നമ്മൾ ഗുഡ് 1 കാണിക്കും, വൈ അക്ഷത്തിൽ നമ്മൾ ഗുഡ് 2 കാണിക്കും. അതിനുശേഷം നമ്മൾ അടയാളപ്പെടുത്തണം 1 2 അങ്ങനെ 10 വരെ ഗുഡ് 1 എക്സ് അക്ഷത്തിൽ അടയാളപ്പെടുത്തിയ ശേഷം നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റുകൾ എഴുതി വെക്കണം. 10 0 9 1 7 2 4 3 0 4 അതൊക്കെ എഴുതി വെക്കണം. അതിനുശേഷം ഈ ഓരോ ഉൽപാദന സാധ്യതയും നമ്മൾ ഈ ഗ്രാഫിൽ വരയ്ക്കുക. ആ ഗ്രാഫിലെ ആ ഉൽപാദന സാധ്യതകളെ യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വക്രമാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് അല്ലെങ്കിൽ ഉൽപാദന സാധ്യത. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിച്ചത്.
അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.